നമുക്കറിയാവുന്ന കാര്യമാണ് നെറ്റ്ഫ്ലിക്സിൽ ഒരുപാട് നല്ല ഡോക്യുമെന്ററീസ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ചുമ്മാ ഒന്ന് പ്ലേ ചെയ്താൽ മതി, കണ്ടിരുന്നു പോകും. ആ മാതിരി ഐറ്റംസ് നെറ്റ്ഫ്ലിക്സിലുണ്ട്. ആ കൂട്ടത്തിലായിട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു പുതിയ ഐറ്റം വന്നിരിക്കുകയാണ് കറി ആൻഡ് സയനൈഡ്. ഇന്നലെ റിലീസായതേ ഉള്ളൂ. കേരള മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ ഒരു കൊലപാതക പരമ്പരയാണ് കൂടത്തായി മർഡർ കേസ്. നമ്മൾ പത്രമാധ്യമങ്ങളോടെ കണ്ടിറങ്ങിയാണ് കൂടത്തായിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെന്ററി റിലീസായിരിക്കുകയാണ്. കറി ആൻഡ് സയനൈഡ് എന്നാണ് അതിന്റെ പേര്. നമുക്കറിയാം, ഈ കൂടത്തായി കേസ് ഇറങ്ങിയതിനു ശേഷം ഒരുപാട് പേര് ഇത് സിനിമയാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. പക്ഷേ കേസ് നടക്കുന്ന സാഹചര്യം ആയതുകൊണ്ടും കേസിനെ ഇത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതുകൊണ്ട് നിർഭാഗ്യവശാൽ കൂടത്തായി കേസ് സിനിമയായി സംഭവിച്ചില്ല. ഈ ഡോക്യുമെന്ററി 1 മണിക്കൂർ 38 മിനിറ്റ് ആണുള്ളത്. ഒറ്റവാക്കി പറഞ്ഞാൽ ഗംഭീരം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ന്യൂസ് ചാനലിൽ കാണുന്നതാണ് ഒരുപാട് ക്രൈം സീരീസ്. അതിൽ കൂടത്തായി കേസ് അടിച്ചു നോക്കിയാൽ ഒരുപാട് ഉണ്ടാവും. അതിൽ വന്നേക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലും ഫാമിലിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, ആ ഫാമിലി ആ സമയത്ത് അനുഭവിച്ച ഒരു ട്രോമയുണ്ട്. അതുകൂടാതെ ഇൻവെസ്റ്റിഗേഷണൽ സമ്മർദ്ദം വേറെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ആയതുകൊണ്ട് ആ സമയത്ത് അവർ മീഡിയയോട് ഒരു അകലം പാലിച്ചിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവർ മനസ്സ് തുറക്കുകയാണ്. അത് തന്നെയാണ് ബാക്കിയുള്ള ക്രൈം സീരീസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഡോക്യുമെന്ററിയിൽ എനിക്ക് ഫീൽ ചെയ്തത്. അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രതിഭാഗം വക്കീലിനും എന്താണ് പറയാനുള്ളതെന്നും ഈ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട്. ഇന്നും ഈ കേസ് നടക്കുന്നതായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, പോയി കാണുക. കറി ആൻഡ് സയനൈഡ് എന്നാണ് പേര്. കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഡോക്യുമെന്ററിയെ പറ്റിയും സീരീസിനെ പറ്റിയും റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അതിനുള്ള ഒരു റീച്ചോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും